ഹായ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചയായിട്ടുള്ളത് നമ്മുടെ ഗോപിനാഥ് മുതുകാട് മജീഷ്യൻ ആയിരുന്ന മുതുകാട് സാറിന്റെ ന്യൂസുകളാണ്. ആരോപണങ്ങൾ കുറെ ഇങ്ങനെ കേൾക്കുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാലേ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ഇടാന്ന് കരുതി. എന്താ പറയാ, കാരണം ഞാനൊക്കെ ഒരു കാലത്തൊന്നല്ല, ഈ ന്യൂസ് കേൾക്കുന്നത് വരെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ. അതായത് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വെച്ചാൽ അദ്ദേഹം എപ്പോഴും പാരന്റ്സിനെയും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് എന്റെ പാരന്റ്സിനെയും കൂട്ടി ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, എന്താ പറയാ, എന്റെ ചില കാര്യങ്ങളൊക്കെ, ചില അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും, പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ഞാൻ കുറെ സംഗതികൾ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു വിഗ്രഹം പോലെ, ആരാധനാ വിഗ്രഹം പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉടഞ്ഞു പോകാതെ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സംഭാഷണ രീതിയാണെങ്കിലും നമ്മൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു. ഒരുപാട് വായിച്ചുള്ള അറിവുള്ളൊരു മനുഷ്യൻ, ഒരുപാട് ലോകം കണ്ടൊരു മനുഷ്യൻ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര റെസ്പെക്റ്റും എന്താ പറയാ, സ്നേഹവും, അങ്ങനെ കുറെ എന്താ പറയാ, ഇമോഷണലി അറ്റാച്ച് ആവുമെന്ന് പറയില്ല, അതേപോലെ ഭയങ്കര നമുക്ക് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മജീഷ്യൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മാതാവിൽ നിന്നാണ് ആദ്യമായിട്ട് മജീഷ്യൻ പഠിക്കുന്നത്, അങ്ങനെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഏതോ കാലത്ത് കേട്ടൊരു ഓർമ്മയിരിക്കുന്നു. അപ്പൊ ഏതോ കാലത്ത് കേട്ടത് നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മയിരിക്കുന്നത് എത്രത്തോളം വലിയ സ്ഥാനമായിരിക്കും നമ്മുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ, ഞാനൊക്കെ എന്ന് പറയണത്. അപ്പൊ ഞാൻ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനൊരു ന്യൂസ് പെട്ടെന്ന്, അതേപോലെ ഇങ്ങനൊരു ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് ചോദിക്കാൻ വന്ന ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെ എന്തോ ചെറുതായിട്ട് കേട്ടു. അപ്പോഴും നമ്മൾ ഓക്കെ ജസ്റ്റ് കേട്ടു വിട്ടു. അത് അങ്ങനെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവർ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അത് കൃത്യമായി ചെയ്യും. ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനൊന്നും പോണില്ല, നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് ഒന്നും സെർച്ച് ചെയ്യാനോ ഒന്നിനും പോണില്ല. പക്ഷെ ഈ ഒരു ആരോപണങ്ങൾ കേട്ടപ്പോ എന്താ പറയാ, നമ്മുടെ മനസ്സിൽ ആ വിഗ്രഹം ഉടഞ്ഞു പോവരുതേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ കുറെ ഇന്റർവ്യൂസ് ഇരുന്ന് കേട്ടു. ആരോപണം ഇതായിരുന്നു. ആരോപണത്തിൽ ഞാൻ ഇന്റർവ്യൂസ് കേൾക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ ഈ കുട്ടികള് ഉള്ള ആ സ്ഥാപനത്തിലെ ഒരു കുട്ടിയുടെ പേരന്റ് മറ്റൊരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ മറ്റു ഇന്റർവ്യൂകൾ സെർച്ച് ചെയ്യാൻ കാരണമായത് കേട്ടോ. അതാണ് ഞാൻ പറയാൻ വരുന്നത്. അതായത് ആ ഇന്റർവ്യൂല് ആ പാരന്റ് പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കുട്ടീനെ വീഡിയോ എടുക്കലും, അത് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ എടുക്കാൻ ഫണ്ട് കളക്ട് ചെയ്യാനാണെന്ന രീതിയിൽ വീഡിയോ എടുക്കുകയും, ആ കുട്ടിയുടെ വീഡിയോ എടുക്കുക, ആ രീതിയിൽ അതായത് ഇല്ലായ്മ കാണിച്ച് ഫണ്ട് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് കേട്ടത്. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഒക്കെ, അതിനുശേഷം ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞിട്ടുള്ള മിക്ക ഇന്റർവ്യൂവിന്റെയും ക്യാപ്ഷൻ ഉള്ള ഇന്റർവ്യൂലൊക്കെ എടുത്തു വെച്ച് ഞാൻ നോക്കുമ്പോൾ, ഈ ഒരു ഇതുമായി റിലേറ്റ് ചെയ്ത് ക്ലാരിറ്റിയോട് കൂടി ഒരു റിപ്ലൈ കിട്ടുന്നില്ല എനിക്ക്. അപ്പൊ ഞാൻ കുറച്ചു നേരം എനിക്ക് പിന്നെ ഒരുപാട് കളയാനുള്ള സമയം ഇല്ല. അദ്ദേഹത്തിന് എല്ലാ ഇന്റർവ്യൂവും കുത്തിപ്പിടിച്ചിരുന്ന് കണ്ട് ഓരോ പോയിന്റ്സും നോക്കി അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള സമയം എനിക്ക് ഇപ്പൊ ഇല്ല. കാരണം കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണൊക്കെ പാടെ, അതുകൊണ്ട് എനിക്ക് അത്രയും പറ്റിയില്ല. പക്ഷെ ഞാൻ കുറെയൊക്കെ മാക്സിമം നോക്കി, അതിലൊന്നും എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയില്ല. അപ്പോ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടമായി പോയി. അതായത് ഇത് സത്യമാണെങ്കിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമായിപ്പോയി അങ്ങനെ ചെയ്തത് എന്ന് ഞാൻ പറയും. കാരണം ഒരു പേരൻസിന് ഇപ്പൊ എല്ലാ കഴിവുകളുള്ള കുട്ടിയുടെ പേരൻസ് പോലും ചിന്തിക്കുക എന്താണെന്നറിയോ, ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും ഞങ്ങളുടെ മക്കൾക്ക് ഒരു ഇല്ലായ്മയിൽ അവർ വളരരുതെന്ന് ചിന്തിക്കുന്നതാണ് എല്ലാ അച്ഛനമ്മമാരും. ഇനി ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അതിൽ നിന്നും ഉയർത്തി കൊണ്ടുവരാനും, അവരുടെ ഒരു കാലം കഴിയുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ വീട്ടുകാർ കിടന്ന് തത്രപ്പാട് പെടുന്നത്. അവര് അഭിമാനത്തോടെ അവരെ നിലനിർത്തണം, ഇല്ലായ്മ പറഞ്ഞ് നിലനിർത്തണം എന്നുള്ളതല്ല അവര് മിക്ക പേരൻസും ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു
വേദനയുള്ളൊരു കാര്യമാണ്. ആ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ആ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഇല്ലായ്മ ഉണ്ടെന്ന് കാണിക്കാൻ ആരും ആഗ്രഹിക്കില്ല, ഒരിക്കലും ആഗ്രഹിക്കില്ല. അങ്ങനത്തെ അതില് ആണ് അവരങ്ങനെ പറയുന്നത് സത്യമാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്ന വളരെ ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി പോയി. സത്യമാണോ എന്തോന്ന് നമുക്ക് അറിയില്ല. അതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഫണ്ട് സ്വരൂപിക്കാനാണെന്നാണെങ്കിൽ പിന്നെ ഈ കുട്ടികളുടെ ഈ ഇത് കാണിച്ചിട്ട് വേണ്ടല്ലോ. അല്ലാതെ തന്നെ സ്ഥാപനത്തിന് ഇങ്ങനെ ഇത്രയും കുട്ടികളെ ഈ രീതിയിൽ നന്നായി നോക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന് പെട്ടെന്നൊരു ഫണ്ട് കുറവ് വരുമ്പോൾ ആ സ്ഥാപനത്തിന് അതിൻ്റെതായ രീതിയിൽ കാണാൻ, സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ ഒരാളാണ് പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് തരാന് ആൾക്കാരുണ്ടാവൂലേ. ഇപ്പൊ സഹായിക്കുന്ന ആൾക്കാർ അപ്പോഴും ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ത് പറ്റി അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോട്ട് വന്നേന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുക ഒരു, അതായത് വ്യത്യസ്തമായി സാധാരണ ഉള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഏകദേശം ഓരോ കാറ്റഗറിയിലല്ലേ. അല്ലാതെ ഒരു ഓഡീഷനൊക്കെ നടത്തിയിട്ടാണോ ഒരു സ്ഥാപനത്തിലേക്ക്, എന്നാൽ ആ കാറ്റഗറിയുടെ പേരും പറയും, എന്നാൽ ഓഡീഷൻ നടത്തിയിട്ട് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു, എനിക്കെന്തോ അത് കേട്ടപ്പം സത്യമാണ് എങ്കിൽ അത് അവര് എന്ത് കേട്ടപ്പോ വളരെ അങ്ങോട്ട് യോജിക്കാൻ പറ്റണില്ല. അതായത് അതായത് അവരിലുള്ള കഴിവുകള് ചിലപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. പുറത്തേക്ക് കഴിവ് തെളിയിച്ച് തുടങ്ങിയ കുട്ടികളെ എടുക്കുന്ന പോലെ തന്നെ കഴിവ് പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ അവരെ കൊണ്ടുവന്ന് അവരെ ട്രീറ്റ് ചെയ്ത് അവരെ രീതിയിലേക്ക് കൊണ്ടുവന്ന് ആ കഴിവ് എന്തെങ്കിലും അവരിലേക്ക് എത്തിച്ച് അതുവഴി നമ്മള് നമ്മുടെ സ്ഥാപനത്തിന്റെ ഉയർച്ച എടുക്കുകയല്ലേ, ഉയർച്ച ഉണ്ടാക്കുകയല്ലേ കുറച്ചും കൂടി നല്ലത്. അതായത് വളരെ ഇതൊരു എളുപ്പ വഴിയായി പോലെ. സത്യമാണെങ്കിൽ എനിക്കറിയില്ല, അവര് പറഞ്ഞത് സത്യമാണോ ഇല്ലയോ എനിക്കറിയില്ല. ഞാൻ ഈ ആരോപണങ്ങളൊക്കെ കേട്ട ഒരാളാണ്, ഒരു പബ്ലിക്കിലുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണോ, അത് കേട്ടപ്പോൾ നമുക്കുണ്ടായിരുന്ന ഒപ്പീനിയൻ എന്താ, ഇത് മാത്രമാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ഇവര് പറഞ്ഞതാണോ ശരി, അവര് പറഞ്ഞതാണോ ശരി, ഇതൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ കാണേണ്ട കാര്യമാണ്. നമ്മളൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കുകയല്ലേ. ഇതിൽ പബ്ലിക് മുഴുവൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് മിക്കതും. ഒരുപാട് അധികം വളരെ കുറച്ച് ആൾക്കാരൊക്കെയാണ് ചിലപ്പം സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തത്. മിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ്. അപ്പം എന്താ പറയാ, ആ ഒരു വിഗ്രഹം ഉടഞ്ഞു പോകരുത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അറിയില്ലല്ലോ, നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു പോയത് എന്താണെന്ന് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൽ നിന്നൊരു ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് ഇനി റോങ് ആണെന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് ചിന്ത വന്നാൽ അദ്ദേഹം ചിലപ്പോൾ വന്ന് പറയായിരിക്കൂലേ, അറിയില്ല, നമുക്കറിയില്ല. എന്താ സംഭവിച്ചൊന്നും അറിയില്ല, ക്ലിയർ ആയിട്ടൊരു ക്ലാരിഫിക്കേഷനും കിട്ടുന്നില്ല. അപ്പൊ അതാണ് എനിക്ക് ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ഒരു തോട്ട് കേട്ടോ. ബൈ.